എന്റെ അസത്യവാക്ക് നമ്മുടെ അസത്യവാക്ക് കയറി എന്നൊക്കെ ഇവിടെ നമ്മുടെ ശത്രു വശത്തുള്ള ഒരാൾ കിടന്ന് ഭയങ്കര ബഹളം കാണിക്കുന്നു. കേറിയിട്ടില്ല എന്ന് ഞാനും പറയുന്നില്ല. കേറിയെങ്കിൽ ക്ഷമിക്കണം, കേറിയെങ്കിൽ ക്ഷമിക്കണം. കാരണം ഈ ഇവിടെ കിടന്ന് എന്റെ ശത്രുവശത്ത് കിടന്ന് തകർക്കണു എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ യഥാർത്ഥ ശത്രുക്കളും. അവരെന്നെ എങ്ങനെയും കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 25 പേര് എന്നെ കൊല്ലുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നതിന്റെ പക്ഷമായിട്ടാണ് എനിക്ക് മുദിത്തവാക്ക് പറയേണ്ടി വരുന്നത്. അല്ല എങ്കിൽ ഞാൻ വളരെ സത്യസന്ധവും സൗമ്യവും ശാന്തിയും വെക്കുന്ന വാക്കുകളെ പറയും. പക്ഷേ ഇവിടെ ആ വാക്ക് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതെ. കാരണം നമ്മുടെ കൂടെ എങ്ങനെയോ നമ്മളും അങ്ങനെ നിൽക്കാൻ പറ്റില്ല, കഴിവില്ല, അറിവില്ല, കല്യാണമില്ല എങ്കിൽ പിന്നെ നമുക്ക് ഒന്നേ ഉള്ളൂ മരണം. അപ്പൊ അങ്ങനെ ഭീരിപ്പം കൊണ്ടും കഴിവില്ലായ്മ കൊണ്ടും പെട്ടെന്ന് മരിച്ചു പോട്ടെ എന്ന് ഞാൻ കണക്കാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ വാക്കുകൾ പറയേണ്ട വന്നു പോണതാണ്. അത് ഞാൻ പറയുന്നതല്ല, എന്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് പറയിച്ച് ഇങ്ങനെ മുതലാക്കി എടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ക്ഷമിക്കണം. കഴിയുന്നത്ര ഒരു വാക്കുകൾ പറയാതിരിക്കാൻ മേലും ശ്രമിക്കാം. പറഞ്ഞു പോയൊരു വാക്ക് ഒരു വാക്ക് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ സംശയമൊന്നുമില്ല. അതാണ് മാത്രം.